ഇനി പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതുണ്ട്. പത്തനംതിട്ടയിൽ കനത്ത മഴ തുടരുകയാണ്. പമ്പയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കക്കാട്ടാറും കര കവിഞ്ഞൊഴുകുകയാണ്. മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലനിരപ്പ് 190 മീറ്റർ എത്തി. ഡാം വൃഷ്ടി പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയും തുടരുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് മാർട്ടിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. മാർട്ടിൻ, ഇപ്പോഴും അവിടെ കനത്ത മഴ തന്നെയാണോ? ഈ ഡാം പരിസരത്തുള്ള ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടോ? എങ്ങനെയാണ് മുൻകരുതലുകളൊക്കെ പത്തനംതിട്ടയിൽ? ആരതി സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലാകമാനം അതിരൂക്ഷമായിട്ടുള്ള മഴയാണ് ഇന്നലെ രാത്രി മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ രാത്രി തന്നെ പുറപ്പെടുവിക്കുകയും ആളുകളോട് പ്രത്യേകിച്ച് ആറിന്റെ തീരത്തുള്ള ആളുകളോട് മാറി താമസിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളും നദി കര കവിഞ്ഞൊഴുകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ നിർബന്ധമായിട്ട് മാറണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഇതോടൊപ്പം തന്നെ മൂഴിയാർ ഡാം തുറന്നു വിടുന്നതിന് തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 190 മീറ്റർ ജലനിരപ്പാണ് ഉയർന്നിരിക്കുന്നത്. 193 എത്തിയാൽ ഉടൻ തന്നെ അത് തുറന്നു വിടാനുള്ള തീരുമാനം തുറന്നുവിടും. എന്തായാലും മൂഴിയാർ ഡാം വിടുമ്പോൾ കക്കാട്ടാറിലേക്കായിരിക്കും വെള്ളം ഒഴുക്കി വിടുക. അതുകൊണ്ട് തന്നെ നദിയിൽ അതിതീവ്രമായിട്ടുള്ള ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ട് തന്നെ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മാറി താമസിക്കണം അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പമ്പയാറ്റിലും അതിതീവ്രമായിട്ടുള്ള ജലനിരപ്പ് ഉയരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. എന്തായാലും ഈ പ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ആകമാനം മൊത്തത്തിലുള്ള ഒരു മഴ കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ മൊത്തത്തിൽ വലിയൊരു ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെള്ളം ഉയർന്ന സാഹചര്യത്തിൽ ആറന്മുളയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം ഇപ്പോഴും നിറഞ്ഞെടുത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അവിടെ ഇപ്പോഴും നിരവധി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ അടക്കമുള്ളവ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി മാർട്ടിൻ, ഇനി കോഴിക്കോടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് നന്ദഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. നന്ദഗോപാൽ, കോഴിക്കോട് മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അതുപോലെ കക്കയം ഡാം തുറന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കുറ്റ്യാടിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് കോഴിക്കോടെ സ്ഥിതിഗതികൾ ഇപ്പോൾ നിലവിൽ? കോഴിക്കോട് ഇന്നലെ രാത്രി മുതൽ തന്നെ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുലർച്ചെ മഴ വീണ്ടും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് കക്കയം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 8:40 കൂടിയാണ് ഡാമിന്റെ ഷട്ടറുകൾ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഉയർത്തിയത്. കുറ്റ്യാടിപ്പുഴയിലെ ജലനിരപ്പ് ഇതിനെ തുടർന്ന് ഏതാണ്ട് 150 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. പല പുഴകളിലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അവിടെ നിന്നും ഉൾപ്പെടെ ആളുകളെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിലും മലയോര പ്രദേശങ്ങളിലും ഇന്നലെ വരെ ശക്തമായ വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ രാത്രിയോടുകൂടി പല സ്ഥലത്തു നിന്നും വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലും തുടരുന്നുണ്ട്. 30 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലുള്ളത്. അതിൽ 800 ആളുകൾ ഇപ്പോൾ കഴിയുന്നുമുണ്ട്. ഏതായാലും വീണ്ടും മഴ ശക്തി പ്രാപിച്ചതുകൊണ്ട് താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് ആളുകളുള്ളത്. ശരി നന്ദഗോപാൽ, ഇനി ഇടുക്കിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിൽ രാത്രി പരക്കെ പെയ്ത മഴയിൽ പലയിടത്തും മണ്ണിടിഞ്ഞിട്ടുണ്ട്. കട്ടപ്പന കുമളി സംസ്ഥാന പാതയിലും വണ്ണപ്പുറം ചേലച്ചുവട് പാതയിലും ഗതാഗതം ഭാഗികമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗത്തെ രാത്രി യാത്ര നിരോധിച്ചിരുന്നു. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കല്ലാർകുട്ടി ഇരട്ടയാർ ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.